അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനിങ്ങളെ. എന്നെ ഇന്നലെ ഒരുപാട് സങ്കടപ്പെടുത്തിയ ഒരു വിഷയമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ ഒരു സംഭവം നിങ്ങൾക്ക് എങ്ങനെ ഉപകാരപ്പെടുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയാം. നോമ്പിൻ്റെ കിറ്റ്, ഒരു 4 കിറ്റ് എന്നെ ഒരാൾ ഏൽപ്പിച്ചതാണ്, അർഹതപ്പെട്ടവർക്ക് കൊടുക്കാൻ വേണ്ടി. 4 കിറ്റിലും ഒരു വീട്ടിൽ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളുമുണ്ട്. അങ്ങനെ ആ 4 കിറ്റ് ആർക്കൊക്കെ കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ച്, അങ്ങനെ എനിക്കറിയാവുന്ന ചുറ്റുവട്ടത്ത് ഞാൻ ആ 4 കിറ്റുമായി ചെന്ന് ആ ചുറ്റുവട്ടത്തുള്ള വീടുകളിലൊക്കെ കയറി ഞാൻ കൊടുക്കുകയായിരുന്നു. അതിലൊരു വീട്ടിൽ ഞാൻ കയറിയപ്പോൾ അവരെന്നോട് പറഞ്ഞു, ദേ അവിടെ ഒരു വീടുണ്ട് കേട്ടോ, പാവപ്പെട്ടവരാണ്, ആരുമില്ല, ഒരു കിറ്റ് നിങ്ങൾ അവർക്ക് കൊടുക്കണേന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി. അങ്ങനെയുള്ളവർക്കാണല്ലോ നമ്മൾ കൊടുക്കേണ്ടത്, അവരെയാണല്ലോ നമ്മൾ തേടിപ്പോകുന്നത്. ഭാഗ്യത്തിന് അവസാനമായി ഒരു കിറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു കിറ്റുമായി ഞാൻ ആ വീട്ടിലേക്ക് ചെന്നു. ആൾ താമസമില്ലാത്ത പോലൊരു വീട്, ചുറ്റുവട്ടത്തൊക്കെ ഒരുപാട് കാട്ടങ്ങളും ചപ്പും ചവറും, വീടൊക്കെ ആകെ അലങ്കോലമായി കിടക്കുന്നു. ചുമരിലൊക്കെ പെയിൻറ് ചെയ്തിട്ട് വർഷങ്ങൾ എത്രയോ ആയതുപോലെ ഉണ്ട്. വീട്ടിലാണെങ്കിൽ ആകെ പൊടിപടലങ്ങളും, അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥ. ഞാൻ കരുതി ഈ വീടിനുള്ളിൽ ആളുണ്ടോ. അങ്ങനെ ഞാൻ ബെല്ലടിച്ചു, ഒരുപാട് ബെല്ലടിച്ചു. കതക് ചെറുതായിട്ട് തുറന്നു വെച്ചിട്ടാണ് ഉള്ളത്. ബെല്ലടിച്ചു നോക്കി, വിളിച്ചു നോക്കി. അങ്ങനെ ആ വീട്ടിനുള്ളിൽ നിന്നും ചെറിയൊരു ശബ്ദം പോലെയൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷെ ആൾ പുറത്തേക്ക് വരുന്നില്ല. അങ്ങനെ കതക് തുറന്നതായതുകൊണ്ട് തന്നെ ഞാൻ മെല്ലെ ഉള്ളിലേക്ക് കയറി. കയറാൻ പേടിയുണ്ടെങ്കിലും ഒരുപാട് വിളിച്ചിട്ടും കേൾക്കാത്തതുകൊണ്ട് ഞാൻ ഉള്ളിലേക്ക് അങ്ങനെ കയറി. ആ വീട്ടിൽ 2 മുറികളാണ്. വീട്ടിൻ്റെ സെൻട്രാളിൽ കയറിയാൽ തന്നെ ഒരു റൂമിലെ ഉൾഭാഗം കാണാൻ പറ്റും. അങ്ങനെ ഞാൻ തല ഇങ്ങനെ ചെരിച്ചൊന്ന് നോക്കി ആ റൂമിലേക്ക്. അപ്പോൾ കണ്ട ആ ഒരു കാഴ്ച, മലിഞ്ഞുണങ്ങിയ ഒരു സ്ത്രീ വല്ലാത്തൊരു കോലത്തിൽ ഒരു മുഷിഞ്ഞ കിടക്കയിൽ ചുരുണ്ട് കിടക്കുന്നത് കണ്ടു. എന്നോട് കൈകൊണ്ട് മാടി വിളിച്ചു. ഞാൻ അകത്തേക്ക് കയറി നോക്കുമ്പോൾ ആ ഒരു ഉമ്മ മാത്രമല്ല അവിടെ കിടക്കുന്നത്, വേറൊരു സ്ത്രീയും അതുപോലെ അങ്ങനെ കിടക്കുന്നു. ആ സ്ത്രീക്ക് അധിക പ്രായമൊന്നുമില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു, ഉമ്മ, നോമ്പിൻ്റെ കിറ്റുമായി വന്നതാണ് ഞാൻ, ഒരാൾ തന്നു വിട്ടതാണ് ഈ ഒരു കിറ്റ്, അവിടെ വെച്ചേക്ക് മോനെ എന്ന് പറഞ്ഞു. ഞാൻ ഉമ്മയോട് ചോദിച്ചു, എന്ത് പറ്റി ഉമ്മ? ആ റൂമിലാണെങ്കിൽ വല്ലാത്തൊരു സ്മെല്ലാണ്, വൃത്തിയൊന്നുമില്ലാത്ത ഒരു റൂം, വല്ലാണ്ട് മൂത്രവും മണക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, അവിടെ കിടക്കുന്നത് ആരാണ്? അതെൻ്റെ മകളാണ്. എന്തു പറ്റിയെന്ന് ചോദിച്ചു. അവൾ അസുഖമായിട്ട് കിടക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി മോനെ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താണ് അസുഖം? അവൾക്ക് വയറ്റിലാണ് പ്രശ്നം, കിഡ്നിക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഒരുപാട് കാലമായി അവൾ കിടക്കാൻ തുടങ്ങിയിട്ടെന്ന് പറഞ്ഞു. ഉമ്മക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ, എനിക്ക് പ്രായമായില്ലേ മോനെ, അതിൻ്റെതാ. അപ്പോൾ നിങ്ങൾക്ക് ആരും ഇല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ ആ ഉമ്മ എങ്ങനെയല്ലോ കിടക്കയിൽ നിന്നും എണീറ്റ് ചെറിയ മട്ടത്തിൽ അവിടെ ഇരുന്നു. ആ കിടക്കയിൽ തന്നെ, ആ മുഷിഞ്ഞ കിടക്കയിൽ, ആ കിടക്കയിൽ തന്നെ നനവൊക്കെ ഉണ്ട് മൂത്രത്തിൻ്റെ. ആ വീട്ടിലാരുമില്ല. ഇവരുടെ മകൾക്കാണെങ്കിൽ തീരെ വയ്യ. എന്നെ കണ്ടപ്പോൾ തന്നെ നാണം മറക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ അവർക്ക് അതിനും സാധിക്കുന്നില്ലായിരുന്നു. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എത്ര മക്കളാണ്? എനിക്ക് ഈ ഒരു മോളും പിന്നെ ഒരു മോനുമുണ്ട്. അങ്ങനെ 2 മക്കളാണ്. ഈ മക്കളുടെ ഉപ്പയാണെങ്കിൽ ചെറുതിലെ മരണപ്പെട്ടിരുന്നു. പിന്നെ ഈ ഉമ്മയാണ് ഈ മക്കളെ വളർത്തിയതും അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പഠിപ്പിച്ചതും. അപ്പോൾ ആ മോൻ എവിടെ പോയി ഉമ്മ? അവിടെയാണ് ചോദ്യം. പിന്നെയാണ് ആ ഉമ്മയുടെ മുഖം ഞാൻ നോക്കിയത്. കണ്ണിൽ നിന്നും ധാരധാരയായി കണ്ണുനീരിങ്ങനെ ഒഴുകുന്നുണ്ടായിരുന്നു. ആ കണ്ണിലൂടെ നോക്കിയപ്പോൾ എന്തൊക്കെയോ പറയാനുള്ളത് പോലെ എനിക്ക് തോന്നി. അവർക്ക് എന്തൊക്കെയോ പറയാനുണ്ട് എന്നോട്. അപ്പോൾ ആ ഒരു കുടുംബത്തിലേക്കാണ് നമ്മൾ ഇന്ന് കയറി ചെല്ലുന്നത്. ആ ഒരു ഉമ്മയുടെ കഥ, അവരെങ്ങനെ ഇങ്ങനെയായി. അവർ തന്നെ പറയാണ്, ഇതെനിക്ക് പടച്ച റബ്ബ് തന്ന ശിക്ഷയാണ് മോനെ, ഞാൻ അത് സന്തോഷത്തോടെ തന്നെ സ്വീകരിക്കുകയാണ്, അൽഹംദുലില്ലാ. അവർക്ക് തിരിച്ചറിവ് കിട്ടിയിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്താണ് പ്രശ്നം, മകൻ എന്ത് പറ്റി? അവർ പറഞ്ഞു, നമ്മൾ സന്തോഷത്തോടെ ജീവിച്ച കുടുംബമായിരുന്നു, എൻ്റെ മോന് നല്ല മോനായിരുന്നു, നല്ലോണം കുടുംബം നോക്കുന്ന മോനായിരുന്നു, എല്ലാത്തിനും കാരണക്കാരൻ ഞാനാണ്. ആ ഉമ്മ പറഞ്ഞതാ. മോന് മാർക്കറ്റിൽ ചുമട്ട് ജോലിയായിരുന്നു, നല്ല തണ്ടും തടിയുള്ള നല്ല ആരോഗ്യമുള്ള ഒരു ആണൊരുത്തനായിരുന്നു അവൻ. കുടുംബത്തെ നന്നായി നോക്കിയ ഒരു മോനായിരുന്നു. ആ വീടുണ്ടാക്കിയതും ആ മോൻ തന്നെയാണ്. ചുമട്ട് ജോലി ആയതുകൊണ്ട് തന്നെ നല്ല പൈസയും കിട്ടും. ആ മോനെ കൊണ്ട് ഞാനൊരു വിവാഹം കഴിപ്പിച്ചു. നല്ലൊരു പെണ്ണ് തന്നെയായിരുന്നു, നല്ല കുടുംബത്തിലെ നല്ലൊരു മോള് തന്നെയായിരുന്നു. അവർ സന്തോഷത്തോടെ സ്നേഹത്തോടെ തന്നെയായിരുന്നു എൻ്റെ മോനും അവൻ്റെ ഭാര്യയും ജീവിച്ചിരുന്നത്. അതിനിടയിലാണ് മോനെ ഞാനൊരു കട്ടുറുമ്പായി ചെന്നത്. അതാണ് പടച്ചറപ്പിന് തീരെ ഇഷ്ടമല്ലാതായത്. ഒരു പെണ്ണിൻ്റെ കണ്ണീരാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത് എന്ന്. അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് അവർക്ക് എനിക്കൊരു കുഞ്ഞിനെ തരാൻ സാധിച്ചില്ല. അതാണ് എന്നെ ഏറെ പ്രയാസപ്പെടുത്തിയത് മോനെ.
അവൻ്റെ കൂടെയുള്ളവർക്കൊക്കെ 1, 2, 3, 4 മക്കളായി. പക്ഷെ എൻ്റെ മോന് ഒരു കുഞ്ഞിനെ പോലും അവൾക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഞാൻ മാനസികമായി ഒരുപാട് തളർന്നു. എൻ്റെ മോനും അതേ വിഷമം ഉണ്ടാവില്ലേ? പക്ഷെ മോന് ആ ഒരു വിഷമം ഉണ്ടെങ്കിലും അതൊന്നും കാണിച്ചിട്ടില്ലായിരുന്നു. കാരണം എന്തേ? നല്ലൊരു ഭാര്യയായിരുന്നു അവൻ്റേത്. കുഞ്ഞുങ്ങളില്ലെങ്കിലും കുഞ്ഞുങ്ങളെ പോലെ നോക്കുന്ന ഒരു ഭാര്യയായിരുന്നു. അങ്ങനെ ആ ഉമ്മ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനത്തിലെത്തുകയാണ്. മോനെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കാൻ, പ്രസവിക്കാത്ത ഈ പെണ്ണിനെ വേണ്ടെന്നും. അങ്ങനെ ഈ പെണ്ണിനെ പലതും പറഞ്ഞ് വെറുപ്പിച്ച്, നിങ്ങൾക്കറിയാലോ, പല കുത്തിത്തിരിപ്പുകളും ഉണ്ടാക്കി ആ പെണ്ണിനെ കൊണ്ട് വെറുപ്പിച്ചു. എന്നാലും ഇവരുടെ മോനും ആ ഭാര്യയും വെറുപ്പിലൊന്നല്ല, നല്ല സ്നേഹത്തോടെയാണ് അവർ കഴിഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഉമ്മ ഇങ്ങനെ കുത്തിത്തിരിപ്പാക്കിക്കൊണ്ടേയിരുന്നു. ഈ മോനെ കൊണ്ട് എങ്ങനെയെങ്കിലും വേറെ കല്യാണം കഴിപ്പിക്കണം. അവരുടെ മനസ്സിൽ എൻ്റെ മകന് ഒരു കുഞ്ഞ് വേണമെന്ന് മാത്രമായിരുന്നു ചിന്ത. അങ്ങനെ അവസാനം ഈ പാവം പെണ്ണിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ആ ഉമ്മ പറഞ്ഞത്രേ, നീ മച്ചിയാണ്, നിന്നെക്കൊണ്ട് എൻ്റെ മകനൊരു കുഞ്ഞിനെ കൊടുക്കാൻ സാധിക്കില്ല. എന്നോടും മോനോടും കുറച്ചെങ്കിലും നന്ദിയുണ്ടെങ്കിൽ നീ ഈ ഒരു ബന്ധം ഒഴിവാക്കി അവനെ ഒഴിവാക്കി പോണമെന്ന്. പെണ്ണിൻ്റെ ഹൃദയം അങ്ങ് പൊട്ടിപ്പോയി. നല്ലൊരു പൊന്നുപോലുള്ള മോളായിരുന്നു അത്. ആ മച്ചി എന്നുള്ള ആ വിളി ആ മോളുടെ ഹൃദയത്തിലാണ് കൊണ്ടത്. സഹിക്കാൻ പറ്റാതെ കണ്ണീരോടെ ആ മോള് പറഞ്ഞു, ശരി ഉമ്മാൻ. തർക്കുത്തരമായി ഒന്നും പറഞ്ഞില്ല. കണ്ണിൽ നിന്നും ധാരധാരയായി കണ്ണുനീര് ഒഴുകുകയായിരുന്നു ആ സമയത്ത്. ആ ഒരു കണ്ണുനീരാണ് ഇന്നും ആ ഉമ്മ അനുഭവിക്കുന്നത് എന്ന് ഉമ്മ പറഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സിലും അത് ഓടിയത്. മോനാണെങ്കിൽ ഇവളെ വലിയ ഇഷ്ടമായിരുന്നു. ഒഴിവാക്കാനൊന്നും മോന് തീരെ താല്പര്യമില്ലായിരുന്നു. പിന്നെ ഉമ്മയുടെ വാക്കും ഒരു കുഞ്ഞിന് വേണ്ടിയുള്ളൊരു മോഹവും അവനവളെ ഒഴിവാക്കി, മൊഴിചൊല്ലി വേറെ കല്യാണം കഴിച്ചു. ഇന്നത്തെ കാലത്താണെങ്കിൽ അതൊന്നും നടക്കില്ല. ഒരു പരിശോധന പോലും നടത്താതെയാണ് ആ പെണ്ണ് പ്രസവിക്കില്ല, മച്ചിയാണെന്ന് പറഞ്ഞത്. ഇവനെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിച്ചു. കല്യാണം കഴിഞ്ഞ് ഇതുപോലെ തന്നെ 2-3 വർഷമായി ഒരു കുഞ്ഞിനെ ഇവർക്ക് ലഭിച്ചില്ല. കുഞ്ഞില്ലാത്തതിൻ്റെ കാരണം ഇവൻ കെട്ടിയ പെണ്ണിൻ്റെ ഉപ്പ പറഞ്ഞു, രണ്ടുപേരും വേഗം മെഡിക്കൽ ടെസ്റ്റിന് വേണ്ടി പോകണം, ആർക്കാണ് കുഴപ്പമെന്നറിയണമെന്ന്. അങ്ങനെ ചെക്ക് ചെയ്തപ്പോഴാണ് ഇയാൾക്ക് ഈ ഒരു ജന്മം കുഞ്ഞുണ്ടാവില്ല എന്ന് മനസ്സിലായത്. ഇയാളുടെ ആ ഒരു പ്രശ്നത്തിന് വേണ്ടിയാണ് പാവം ഒന്നും അറിയാത്ത ആ ഒരു പെണ്ണിനെ ഒഴിവാക്കിയത്. അപ്പോൾ അന്ന് ഞാൻ ഒരുപാട് ദ്രോഹം ചെയ്തതാണ്, അതിൻ്റെ ശിക്ഷയാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നതെന്ന് ആ ഉമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. പിന്നെ ഞാൻ ചോദിച്ചു, ആ മകൻ ഇപ്പോൾ എവിടെയാണ്? അവനും ഇതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അതാണ് എന്നെ ഏറെ വേദനിപ്പിച്ചത്, എന്നെ ഞെട്ടിപ്പിച്ചത്. 3 പേരും ഇതേ കിടപ്പിലാ. ഒരു പെണ്ണിൻ്റെ കണ്ണീര് ഇത്രയൊക്കെ വരുമോ പ്രിയപ്പെട്ടവരെ? ഞാൻ അന്വേഷിച്ചപ്പോൾ ഈ ഒഴിവാക്കിയ പെണ്ണ് ഇന്നും ഒരു കല്യാണം പോലും കഴിക്കാതെ ജീവിക്കുകയാണ്. നല്ലൊരു പെണ്ണാണത്രേ, ദീനിയായ പെണ്ണ്. ഒരു സ്വാലിഹത്തായ പെണ്ണിനെയാണ് ഒന്നും അറിയാതെ മച്ചി എന്ന് വിളിച്ച് ഒരു ബന്ധം, ഒരു സ്നേഹബന്ധം, ഒരു ദാമ്പത്യ ബന്ധം തന്നെ മുറിച്ചത്. ഇയാൾക്ക് എന്താ പറ്റിയെന്നറിയോ? ചുമടിറക്കുന്ന സമയം ആ ലോറിയുടെ മുകളിൽ നിന്നും വീണ് കാലും കൈയും ഒക്കെ ഒടിഞ്ഞ് ഒരുപാട് കാലമായത്ര കിടപ്പിൽ. അപ്പോൾ ഇവർ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് അറിയണ്ടേ? ഇവരെ നോക്കുന്നത് ആരാണെന്ന് അറിയണ്ടേ? ആ ചുറ്റുവട്ടത്തുള്ള ആളുകൾ തന്നെ. എന്നോട് പറഞ്ഞില്ലേ ആ കിറ്റ് ആ വീട്ടിലേക്കൊന്ന് കൊടുക്കണേ എന്ന്. അവരും ഒരുപാട് നല്ല അയൽവാസികളൊക്കെയാണ് അവരെ നോക്കുന്നത്. അവർക്ക് വേണ്ട കാര്യങ്ങൾ ഓരോ വീട്ടിലുള്ള ആളുകളാണ് കൊണ്ടുകൊടുക്കുന്നത്. ഈ മോൻ്റെ ഭാര്യയും ഇവിടെ വരുമത്രേ. എന്തിന്? ആരെങ്കിലും കൊടുക്കുന്ന പൈസ ഉണ്ടാവല്ലോ ഈ ഉമ്മക്കും മകൾക്കും, ആ പൈസയുടെ ഒരു വീതം വാങ്ങിക്കാൻ മാസത്തിലൊരിക്കലോ ആഴ്ചയിലൊരിക്കലോ അതും വാങ്ങിച്ചിട്ട് പോകുമത്രേ. അവർക്കും ചിലവ് കഴിയണമല്ലോ. ഇയാളാണെങ്കിൽ കിടപ്പിലല്ലേ. ഞാൻ ചോദിച്ചു, റമദാൻ മാസമായിട്ട് സഹായമൊക്കെ കിട്ടുന്നുണ്ടോ? ഒക്കെ കിട്ടുന്നുണ്ട് മോനെ. പടച്ച റബ്ബിൻ്റെ ആ ഒരു റഹ്മത്ത് കൊണ്ട് ഒരുപാട് ആളുകൾ പൈസ ഒക്കെ തരുന്നുണ്ട്. ആ പൈസ കൊണ്ട് എൻ്റെ മോനും ജീവിക്കുന്നുണ്ട്. ഇത്രയെങ്കിലും ഞാൻ അനുഭവിച്ചിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല എന്ന് ആ ഉമ്മ പറയാണ്. പടച്ച റബ്ബ് പുറത്തു കൊടുക്കട്ടല്ലേ. ഇതുപോലെ പ്രിയപ്പെട്ടവരെ, ഓരോ കുടുംബത്തിലും നമുക്ക് ചെന്നാലേ അറിയൂ അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും. പുറമേന്ന് കാണുമ്പോൾ ഒന്നും നമുക്കറിയില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് റമദാൻ മാസമാണ്, എല്ലാവരും ദുആ ചെയ്യുക. ഞാനും നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.